ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ബാക്കിയുള്ള കഥകളൊക്കെ സ്റ്റാൻലിയെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, ഞാൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ, ആ വാർത്ത അറിഞ്ഞതു മുതൽ, ആ സമയത്ത് നിങ്ങളെയെങ്ങാനും എൻ്റെ മുന്നിൽ വന്ന് പെട്ടിരുന്നുവെങ്കിൽ ആ നിമിഷം വെടിവെച്ചു കൊന്നേനെ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സ്റ്റാൻലി പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ല, ക്ഷമയോടെ എല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ എല്ലാ പ്രതിഷേധവും കഴിഞ്ഞതിനു ശേഷം സ്റ്റാൻലി ചോദിക്കുന്നുമുണ്ട്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അതിന് ബാലചന്ദ്രൻ പറയുന്നത്, അതിനെന്താ, നിങ്ങളുടെ മകളല്ലേ, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എന്ന്. എന്നിട്ട് ഈ കാര്യം ഗോവർദ്ധനോട് പറയുമ്പോൾ, അത് വേണോ ബാലേട്ട എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, അദ്ദേഹത്തിൻ്റെ മകളല്ലേ, കണ്ടോട്ടെ, അയാൾ എന്തു തീരുമാനിക്കും എന്നറിയണ്ടേ, അയാളുടെ കയ്യിലല്ലേ ഇപ്പോൾ കളിയിരിക്കുന്നത്, ഇനി അയാൾ കൈയൊഴുകയാണെങ്കിൽ അടുത്ത കരു വൈജയന്തിയാണ് എന്ന് ഗോവർദ്ധനോട് പറയുന്നു ബാലചന്ദ്രൻ. അതിനുശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലിയെയും കൂട്ടി കടപ്പാട്ടൂർ എത്തുന്നു. അലീന പതിവ് പോലെ ചായയുമായി വരുന്നു. അലീനയെ കണ്ടതും നമ്മുടെ സ്റ്റാൻലിയുടെ കിളി പോയി. 23 വർഷം പഴക്കമുള്ള വൈജയന്തിയെ ഓർമ്മ വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. ആഗ്രയിൽ ഒരുമിച്ചുണ്ടായ നിമിഷങ്ങളും മകളാണെങ്കിൽ സുന്ദരിയായിരിക്കുമെന്ന് പറഞ്ഞതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് സ്റ്റാൻലി ഓർത്തെടുക്കുന്നു. സുന്ദരിയായ തൻ്റെ മകളെ അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കി നിൽക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.